ഹലോ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമ്മുടെ മെയിൻ എക്സാം നടക്കാൻ പോവുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഇപ്പോൾ പല ആൾക്കാരും അനുഭവിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാറേ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വിചാരിച്ച രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, അത്തരത്തിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, പഠിക്കാൻ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് മാർക്ക് വാങ്ങി നിങ്ങൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ നിങ്ങൾക്ക് ഇതേപോലെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, അതിനുവേണ്ടി തയ്യാറാവുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് പണിയെടുക്കാൻ തയ്യാറാവുന്ന മക്കളാണെങ്കിൽ, മക്കളെ, ഞാൻ ചില ടിപ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. കുറേ ആൾക്കാരൊക്കെ തന്നെ ഇതേപോലെ തന്നെ ഇത് ഉപയോഗിച്ച് ഭയങ്കരമായ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. സോ മക്കൾക്ക് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒരു നല്ല ഒരു ടിപ്സ് ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ടിപ്സ് എന്ന് നോക്കാം. മക്കളെ, നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒരു ദിവസം നമ്മൾ പഠിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്തിന് നമ്മൾ എന്താക്കണം എന്നറിയോ? ആദ്യമായി ചെയ്യേണ്ടത് ഓരോ അവർ വീതം സ്പ്ലിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം പഠിക്കാനിരിക്കുന്നത് ഒരു ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറാണെന്ന് വിചാരിക്കാം. ഒരു 3 മണിക്കൂർ കൂട്ടുക. നിങ്ങൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോയി വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഈ പഠിക്കാനിരിക്കുന്ന ഒരു സമയം ഒരു 3 മണിക്കൂർ, ഒരു 3 മണിക്കൂറാന്ന് വിചാരിക്കുക. നൈറ്റിൽ ഒരു 3 മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നത്. മകളെ, അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിനെ ഓരോ മണിക്കൂർ വീതം നിങ്ങൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്തല്ല സാധ്യമല്ല. കാരണം കുറച്ചങ്ങ് വായിക്കുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പ് വരും. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ ചിലപ്പോൾ ആ പഠനത്തിൽ നമ്മൾ ഇത് ചിലപ്പോൾ ഒരു മണിക്കൂർ മാത്രമായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ അന്ന് നോക്കുക തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓരോ മണിക്കൂർ വീതം നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഒരു മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, പഠനം തുടങ്ങുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി രണ്ടാമത്തത് എന്ത് ചെയ്യണം? രണ്ടാമതായി ചെയ്യേണ്ടത് മക്കളെ എങ്ങനെയാണ്, പഠിക്കാനുള്ള പോർഷൻസ് 1-2 തവണ വായിച്ച ശേഷം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട്, സാറേ ഞങ്ങളൊക്കെ ഇതുപോലെ തന്നെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ കുട്ടി എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരുപാട് സമയം ഇതുപോലെ തന്നെ വായിക്കാൻ വേണ്ടി സമയം എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല. ആക്ച്വലി മക്കൾ ശ്രദ്ധിക്കുക, കുറെ ആൾക്കാർ ഇതുപോലെ തന്നെ പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിലും പക്ഷെ ഓർമ്മയിൽ പലപ്പോഴും കിട്ടുന്നില്ല. എക്സാം ഹാളിൽ നമ്മളിത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അല്ലേ, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തലേന്നൊക്കെ അല്ലെങ്കിൽ അതിന്റെ മുൻപൊക്കെ തന്നെ നമ്മൾ പഠിച്ച പല സാധനങ്ങളും ഉണ്ടാവും. ആ പലപ്പോഴും നമുക്ക് അത് കിട്ടാറില്ല അല്ലേ. അത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും മിക്കവാറും ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ, അയ്യോ ഞാനത് വിട്ടുപോയല്ലോ അല്ലേ, ആ പോയിന്റുകളൊക്കെ ഇന്നതായിരുന്നല്ലോ എന്ന് നമ്മൾ ശരിക്കും ആ സമയത്താണ് നമ്മൾ റിഗ്രറ്റ് ചെയ്യുക. അപ്പം മക്കളെ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നത്? മക്കളെ, ശരിക്കും നമ്മൾ അത് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഓരോ പോർഷൻസും 1-2 തവണ നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് കുറെ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമല്ല, അത് കൃത്യമായിട്ട് 1-2 തവണ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ വായിക്കുക, അതിനുശേഷം അത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓർമ്മിച്ചെടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കറിയാം നമുക്ക് എത്രത്തോളം നമ്മൾ വായിച്ചു, ആ വായിച്ചതിൽ എത്രത്തോളം നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ സെൽഫ് ഇവാലുവേഷൻ നമുക്ക് എന്ത് ചെയ്യും, അതിലൂടെ കിട്ടും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഇനി അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും ടിപ്സ്? ഇതാ നോക്കി മക്കളെ, അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്വയം ഒരു എക്സാം നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പലപ്പോഴും നമുക്കറിയുന്നതാണ്, പല കുട്ടികളും ഈ എക്സാം ഹാളിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ടൈമിന്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ പലപ്പോഴും വരാറുണ്ട്. എക്സ്പെഷ്യലി സോഷ്യൽ സയൻസിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് സമയം അല്ലേ. ഒരു ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കളെ ആലോചിച്ച് നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മുടെ ടൈമിന്റെ ഒരു പ്രശ്നം വരുന്നത്? നമ്മൾ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എക്സാമുകൾ നിങ്ങൾ ആലോചിക്കണം, കൃത്യമായിട്ട് എക്സാമുകൾ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതിന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഒരു ടൈം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. കൃത്യമായിട്ട് ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിനുള്ളിൽ നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്നത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമുക്ക് എഴുതാനുള്ള സ്കില്ലുണ്ട് അല്ലേ, നമുക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എഴുതാനുള്ള സ്കില്ലുണ്ട്, എത്രത്തോളം പോയിന്റുകൾ നമുക്ക് ആ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മറികടക്കണമെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ള എക്സാമുകൾ, നിങ്ങൾ തന്നെയുള്ള ചെറിയ ചെറിയ എക്സാമുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി നോക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് പറ്റുന്നുള്ളൂ. നിങ്ങൾക്കറിയാലോ, വലിയ ഇതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, അവരൊക്കെ ഒരുപാട് എക്സാമുകൾ അവരെന്ത് ചെയ്യും, ഇതുപോലെ തന്നെ നടത്തുന്നതാണ്. ഒരുപാട് എക്സാമുകൾ അവർ എഴുതും. അങ്ങനെ എക്സാമുകൾ എഴുതുന്നതിലൂടെ കുറേ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉത്തരം ഓരോന്നിനും അനുസരിച്ച് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു കാര്യം മക്കൾ ശ്രദ്ധിക്കുക, പിന്നീടുള്ള അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. നമുക്ക്
നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും ഇതുപോലെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ പല ആൾക്കാർക്കും ഇഷ്ടമാണ്. ശരിക്കും അത് നല്ലൊരു ക്വാളിറ്റിയാണ്. എന്താണെന്നറിയോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും, അത് നിൽക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, പറയാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ പറയുക, ഫ്രണ്ട്സിനെ നമ്മൾ ചിലപ്പോൾ വാ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ഓ ഇവരൊരു പഠിപ്പിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളെ കളിയാക്കും. അങ്ങനെ കളിയാക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റും, കാരണം എങ്ങനത്തെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ അത് അതേപോലെ കാണാൻ ചിലപ്പോൾ ഫ്രണ്ട്സിനെ ഉൾക്കൊള്ളാൻ പറ്റിക്കോളുന്നില്ല. ഓക്കെ, ഫ്രണ്ട്സ് വേണ്ട, ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്സിനെ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ അവരെ കൂടെ കൂട്ടുക. അതല്ല ഫ്രണ്ട്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അത് ഇത്തരത്തിലേക്കുള്ള ഫ്രണ്ട്സ്, അത് ഞാൻ പറഞ്ഞ അത്തരത്തിലേക്കുള്ള ഒരു ഫ്രണ്ട്സ് ഇല്ലാന്നെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടാവില്ലോ, അവരോട് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഇതൊന്ന് ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലേക്ക് പറയാം. അവരോട് നീ ഒന്ന് ഇരിക്കും, ഞാനൊന്ന് ഒരു ക്ലാസ് എടുത്ത് ഞാൻ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് അല്ലേ, ഞാനൊന്ന് എന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരോട് എന്ത് ചെയ്യുക, ഒന്ന് ഇരിക്കുക. അങ്ങനെ അവരോട് നിങ്ങളൊരു ടീച്ചർ, അവരൊരു സ്റ്റുഡന്റ്, ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ ആലോചിക്കുക, ചിലപ്പോൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ചിലപ്പോൾ എന്ത് ചെയ്തില്ല, അവർ ഇരുന്നോളുന്നില്ല. അവർ പറയാം എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് ഇതുപോലെ തന്നെ എന്താണ് വേറെ കുറെ പ്രോഗ്രാംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ പോകും. അവർ പോയാലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ റൂമിനകത്ത് കണ്ണാടി ഉണ്ടാവുമല്ലോ, കണ്ണാടി ഉണ്ടാവും. ഇനിയിപ്പോൾ പുറമേക്ക് ആരോ കാണുന്നതിന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കളിയാക്കലോ അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അല്ലെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ അത് മനസ്സ് കൊള്ളും. അങ്ങനെയുള്ള ആൾക്കാർ പേടിക്കേണ്ട. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റൂമിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിക്ക് മുൻപിൽ നിങ്ങളൊരു ക്ലാസ് എടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ക്ലാസ് എടുക്കുക. അപ്പോൾ വേറെ ആരും കാണുന്നില്ലല്ലോ. ഒരു കണ്ണാടിക്ക് മുൻപിൽ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളൊരു അധ്യാപകനാണ്, അതൊരു ടീച്ചറാണ്, അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കുറെ കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും, അവിടെ ഓർമ്മിച്ച് അവിടെ വെക്കും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ചില ചാപ്റ്ററിന്റെ ഒക്കെ പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് പറയും. മകളെ ഇന്ന പേജ് നിങ്ങൾ നോക്കിക്കോ എന്ന് പറയും. അതെങ്ങനെയാണ് ടീച്ചേഴ്സ് ഇതേപോലെ തന്നെ മൈൻഡിലേക്ക് ഓർത്ത് വെക്കുന്നത്? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിനകത്തും അല്ലെങ്കിൽ എത്രയോ സബ്ജക്റ്റുകളൊക്കെ എത്രയോ ടെക്സ്റ്റ് ബുക്ക് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സാണ്. എങ്ങനെ കൃത്യമായി പറയാൻ പറ്റുന്നു? കാരണം അതിങ്ങനെ ഓരോ ആൾക്കാരെയും പഠിപ്പിച്ച് ടീച്ചേഴ്സിന് അത് ബൈഹാർട്ടായി മാറാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലേക്ക് പഠിക്കുന്നതിലൂടെ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇനി മക്കളെ ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളെ ഇത്രയും ടിപ്സുകൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത്, ഇത്തരത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും ഇത്തരത്തിലേക്ക് നല്ല ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മക്കളെ വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഒറ്റ തരത്തിൽ നിങ്ങൾ മടിക്കാതെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സൈലത്തിനെ ഫോളോ ചെയ്യുക. കാരണം സൈലത്തിനെ ഫോളോ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കരിയറിനകത്ത് വലിയ ഉയർച്ചകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാകും. സോ എല്ലാ ആൾക്കാരും സൈലം ഫോളോ ചെയ്യുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. ഞാൻ പറയുന്നു, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണ് ഉള്ളതെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരുപാട് വിദ്യാഭ്യാസ വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ഇൻഫർമേഷൻസുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. സോ നിർബന്ധമായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സൈലത്തിനെ ഫോളോ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജെസി സാറാണ്, ജിതിൻ സാറാണ്. സോ ഇനി വരുന്ന പബ്ലിക് ലൈവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം മക്കളെ. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു, ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നു. സോ എത്രയും പറഞ്ഞുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്, ബൈ.